അൻപിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ. അല്ലാഹു ഞങ്ങളെ കാത്തിടണേ. കാരുണ്യക്കടലായ നാഥനല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞിടണേ. കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ. പാപികളാകും ഞങ്ങൾക്കെല്ലാം നിർവഴി നൽകണേ. ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ നിൽക്കൂക്കണേ. നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗഫീഖേകല്ലാ. ആദ്യം നൽകല്ലാ. ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും സുഖല്ലേ? നമ്മളിപ്പോൾ തിരക്കിട്ട ഓരോ പണിയിലാണ് കേട്ടോ. അപ്പം മോനെ കട്ടി ഉറങ്ങിയതിന് ശേഷം വേഗം അകടിച്ചേരാണ് പോകുന്നത്. കുറച്ച് ദിവസമായി ഇപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലേ? അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പം എന്താ വീഡിയോസ് ഒന്നും ഇല്ലാത്തതെന്ന്. ഒരുപാട് ആൾക്കാർ ഇന്ന് വീഡിയോ വരാൻ തന്നെ കാരണം എന്താണ് കേട്ടോ, ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് കമൻറ്റിലൂടെ ചോദിച്ചതിന് അതിന് ഞാൻ മറുപടി ഒരെല്ലാവർക്കും കൂടി കൊടുത്തിട്ടില്ലെങ്കിൽ ഒരാൾക്ക് ഞാൻ മറുപടി ഒന്നായിട്ടാണ് കൊടുത്തിട്ടുണ്ട്. മറുപടി എല്ലാവരും കണ്ടോട്ടെ വിചാരിച്ചിട്ട്. നമുക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്ത. നമുക്ക് വീഡിയോ ഇടുന്ന നേരമില്ലല്ലോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും കാര്യമൊക്കെ കാണുമ്പോൾ നമുക്ക് അതിനുള്ള മനസ്സുകളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത്. അപ്പോൾ പിന്നെ ഇന്ന് വരാൻ കാരണം എന്താ വെച്ചാൽ വാട്സപ്പിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയച്ച് ഞാൻ ചോദിച്ചോളൂ. അപ്പോൾ വിചാരിച്ചു എല്ലാവർക്കും അത്രയും ചോദിച്ചിട്ട് എന്തായാലും മറുപടി പറയാം. ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരല്ലേ, അപ്പോൾ ഒരു മറുപടി കൊടുക്കണ്ടേ വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ വരാൻ വിചാരിച്ചതല്ല കേട്ടോ. ഇപ്പം മാനസമൊക്കെ ഒന്ന് കുറഞ്ഞു വിട്ടിട്ട് ഒക്കെ വിചാരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് വരണം എന്നൊക്കെ വിചാരിച്ചതാണ്. അങ്ങനെ ഈ വാട്സപ്പിൽ ഇത്രയും മെസ്സേജ് വന്നിട്ട് താത്ത എന്താ ഒന്നും എടുക്കാത്തത് കരുതൂല വെച്ചിട്ടാട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ പിന്നെ ഇന്ന് വരാൻ കാരണം. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. ഞങ്ങളവിടെ നിൽക്കലില്ല, പൊയ്ക്കാണ്ട് പോരലാണ്. അവിടെ പിന്നെ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വീട്ടിൽ തന്നെ കുറച്ച് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പോൾ വീട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വന്ന് പോയി ഇങ്ങനെ നിൽക്കലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വിവരം അവളോട് പറയാച്ചിട്ടാണ് ഞാൻ മറുപടി തന്നിരുന്നു. പക്ഷെ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലാന്ന് കരുതുന്നു. അതുകൊണ്ടാണ് അത്രയും ആൾക്കാർ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചത് ചോദിച്ചത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ മറുപടി തരുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ്. പിന്നെ മോളാണെങ്കിൽ ഇവിടെ അവൾ പോയി ചെയ്തു. ഇപ്പം നമ്മ കുത്തി മറിച്ചിട്ടതാണ് കേട്ടോ. അതൊക്കെ പാടെ സ്കാരപ്പായി വരെ എടുത്തതാണ് നന്നായിട്ട് പരത്തി എതറി വെച്ചേക്കണം. ഈ പണികൾ മോളുണ്ടാകുമ്പോൾ ഈ പണികളൊന്നും ഞാൻ എടുക്കലില്ല. ഇതൊക്കെ ഓടുന്ന ബോസ് ഇങ്ങനെ എപ്പായി എടുക്കാനുമില്ല. ഒക്കെ ഓടുന്ന ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഓരോരോ പണിയെടുത്ത് വരുമ്പോഴത്തേന് മോനിങ്ങനെ നന്നായിട്ട് വച്ച് വാരി കൂട്ടിയതാണ്. അപ്പോൾ ഓൻ ഉറങ്ങി നീച്ചിട്ടാണ് പോകാൻ വിചാരിച്ചാണ് കാത്തു കേട്ടോ. അവനെ നേരത്തെ തന്നെ പിടിച്ചിട്ട് ഉറക്കിയതാണ്. അല്ലാതെ ഉറങ്ങലുണ്ടാവില്ല. ഒരു സന്തോഷം സമാധാനം ഒന്നും ഇല്ല കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കഴിഞ്ഞ് പോണത്. പണികളൊക്കെ കഴിച്ചു വെച്ചു. ഞങ്ങൾക്കാണെങ്കിൽ വെള്ളമില്ല. വെള്ളം പൈപ്പ് പൊട്ടിയിട്ട് വെള്ളമൊക്കെ കൊണ്ടുവന്ന് കായ് വന്നപ്പോൾ ഒരുപാട് സമയമായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഓനെ പിടിച്ചിട്ട് ഉറക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ഉറങ്ങി നീച്ചിട്ട് വിചാരിച്ച് കാത്ത് നിൽക്കണം അങ്ങോട്ട് പോകാൻ. എവിടെ ആക്കി പോകാൻ വെച്ചല്ല നമുക്കാണ് വിചാരിച്ചപ്പോൾ കണ്ടാനേ ഓനായിട്ട് എല്ലായിടത്തും ഓനായിട്ട് ഇങ്ങനെ പോകണ്ടേ. ഓനാണെങ്കിൽ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടി തെറിച്ചും കൊണ്ട് അങ്ങനെ ഒരാകുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഓനെ എവിടെ ആക്കി പോകാൻ, ഇവിടെ നിർത്തി പോകാനൊന്നും ആളില്ലല്ലോ. അപ്പോൾ ഉറങ്ങി വെച്ചിട്ടേ വിചാരിച്ച് കാത്ത് കേട്ടോ ഞാൻ ഉമ്മാനെടുത്ത് പോകാൻ. ഉമ്മാൻ്റെ വിശേഷങ്ങൾ എല്ലാവരും ചോദിച്ചിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ വിശേഷം എന്ന് പറയാൻ ഉമ്മാൻ്റെ അവസ്ഥ പിന്നെന്താ തീരെ വയ്യ. ഞാൻ ഇവരെ അറിയിക്കണ്ട്, നിങ്ങളെല്ലാവരും അറിയിക്കണ്ട്. ഉമ്മ പിന്നെ
ബുദ്ധിമുട്ടാകാതെ ഇടങ്ങാറാകാതെ നിൽക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെന്താ, ഇപ്പോൾ പരിയിൽ തന്നെയാണ്, പരിയിലെല്ലാവരും ഉണ്ട്. പിന്നെന്താ, അതൊക്കെ കേട്ട വിവരങ്ങൾ. അപ്പം നിങ്ങളെല്ലാവരും ചോദിച്ചതിനായിട്ടുള്ള മറുപടി ആയിട്ടാണ് ഞാൻ വന്നേക്കണത്. ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ പിന്നെ വല്ലാതെ ആരും വല്ലാതെ ഞാൻ ഒരു ഒറ്റ കമൻറ്റ് മറുപടി കൊടുത്തതുകൊണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പിന്നെ വാട്സപ്പിലൂടെ അത് കാണാത്തവരായിരിക്കും, വാട്സപ്പിലൂടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മറുപടി തരാൻ ഞങ്ങൾ കരുതൂലേ, താത്തപ്പ എടുക്കുക പോയി പിന്നെ കരുതൂലേ വെച്ചിട്ടാട്ടോ ഞാൻ ഇന്നത്തെ ദിവസം അങ്ങനെ വന്നത്. അതിൽ പറയുന്നുണ്ട്, ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ലൈവും വീഡിയോസൊക്കെ ചെയ്യണമല്ലേ, അപ്പോൾ അതിലൊക്കെ നല്ല മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അപ്പം നിങ്ങൾക്ക് എന്തായാലും മറുപടി തരണമല്ലോ, അതിനാണ് കേട്ടോ വന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. ഞങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ഉമ്മാക്ക് സലാം പറഞ്ഞിട്ടുണ്ട്, വാട്സപ്പിലൂടെ ഉമ്മാക്ക് സലാം പറയേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഉമ്മാക്ക് സലാം പറഞ്ഞാലൊന്നും ഇപ്പം മടക്കാൻ ഉമ്മാക്ക് ഉള്ളിലേക്ക് ഓർമ്മയുണ്ട്, പക്ഷെ മടക്കാൻ കഴിയൂല കേട്ടോ. ഒരുപാട് ആൾക്കാർ സലാം പറഞ്ഞിട്ടുണ്ട്, ഉമ്മാട് സലാം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉമ്മാനോട് ഇപ്പോൾ പറഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങളോട് അറിയിക്കണമല്ലോ സലാം പറഞ്ഞത്. അപ്പോൾ പറഞ്ഞിട്ടില്ല, പറഞ്ഞാൽ മടക്കാനുള്ള കഴിവ് ഉമ്മാക്ക് ഇപ്പം ഇല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങളൊക്കെ ഇടയ്ക്ക് പോയിക്കാണ്ട് ഉമ്മാനെ വിളിച്ചും, അപ്പം ഉമ്മാക്ക് ഉള്ളിലേക്ക് ഓർമ്മ ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് നോക്കും. പിന്നെ കണ്ണിച്ച് നോക്കാനൊന്നും കഴിയൂല, എന്നാലും ചെറുതായിട്ടൊന്നൊരു അനക്കും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിയിക്കുകയാണ്. ഏതായാലും ഇപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും. ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ, തീരെ കല്യാണമൊക്കെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഓരോ വിരുന്നും കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വിരുന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞില്ല, കരുണ ഹോസ്പിറ്റലിൽ പരപ്പനങ്ങാടി ഇന്നാളെ കാണിച്ചില്ല, ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി. അവിടെ രണ്ട് ദിവസം കിടന്നു, മരുന്നൊക്കെ കൊടുത്തു. പിന്നെ ഡോക്ടർ പറഞ്ഞു കാര്യമായിട്ട് മരുന്നൊന്നും കൊടുക്കാനില്ല, വീട്ടിൽ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നതാട്ടോ. പിന്നെ ഇനിയിപ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥനയും ആയുസ് കുറച്ചോ കൊടുത്തക്കണെങ്കിൽ ആപ്യത്തുള്ള ആയുസ്സൊക്കെ കൊടുക്കട്ടെ, നെയ്ച്ചിരിക്കാതെ കൈവെക്കൊക്കെ കൊടുക്കട്ടെ. പിന്നെ എന്താ പറയുക, നിങ്ങളോട് എന്താ പറയാന്ന് തന്നെ എനിക്കറിയില്ല. അതങ്ങനത്തെ വല്ലാത്തൊരവസ്ഥയിൽ കൂടെ ആയിട്ട് നമ്മൾ കഴിഞ്ഞു പോണത്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും ഉമ്മാക്കുണ്ടാവും എന്ന് വിചാരിച്ചാണ്. പിന്നെ പഠിച്ചോ എന്താണോ കണ്ടിട്ടുള്ളത്, ഹൈറാണെങ്കിൽ ഹൈർ ഏതാണോ അത് നടക്കട്ടെ, അതിന് പ്രാർത്ഥിക്കുക എല്ലാവരും. പഠിച്ചോ ഒന്ന് കണ്ടിട്ടുണ്ടാവില്ല, പഠിച്ചോ നിശ്ചയിച്ചതെല്ലാം നടക്കുള്ളൂ. അപ്പോൾ ഹൈർ ഏതാണോ ഒന്ന് കൽപ്പിച്ചത് അതുപോലെ നടക്കട്ടെ കേട്ടോ. അപ്പോൾ പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, ഇത്രയൊക്കെ തന്നെ. നമ്മൾ കുറച്ച് ദിവസം വന്നിട്ടില്ല, എന്താ കാണാത്ത ലൈവും വീഡിയോസൊന്നും ഇല്ല എന്ന് വിചാരിച്ച് നമ്മളാരും മറന്ന് പോകരുതിട്ടാ. നമ്മൾ വരാതിരിക്കൂല, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഒരാൾ മറന്ന് പോകരുത്. ഇൻഷാ അള്ളാ നമ്മൾ വരും കേട്ടോ, നമ്മളെ പ്രയാസങ്ങളൊക്കെ തീരട്ടെ, എന്തായാലും വരും കേട്ടോ. ഇൻഷാ അള്ളാ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.